കർക്കിടകം രാശി പരദേവതകൾ അനുകൂലമല്ല. കാലം ചെയ്ത ആത്മാക്കളുടെ പ്രശ്നങ്ങളെ എന്നാൽ ചില പ്രതിവിധികളില്ലേ എന്ന് ചോദിച്ചാ അതുണ്ട്. എന്താണാവോ പ്രതിവിധി? അപ്പോ തറവാട് പൊളിച്ചു നീക്കണമെന്ന് നിർബന്ധം തന്നെയാണോ? വീട് താമസിക്കാൻ കൊള്ളില്ല എന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞില്ലേ? എന്നാ പിന്നെ വിൽപ്പനയ്ക്ക് ശ്രമിക്കാമെന്ന് വെച്ചാൽ അലവലാദികളായ നാട്ടുകാർ സമ്മതിക്കുന്നുമില്ല. പൊളിച്ച് കട്ടിളയും ജനലുകളും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുകയല്ലാതെ വേറെന്താണൊരു പോംവഴി? എന്തോ പ്രതിവിധി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ആളുകളെ ഇങ്ങോട്ട് ആകർഷിക്കാൻ ചില പ്രതിവിധികളൊക്കെ ഉണ്ട്. അതായത് 7 ദിവസത്തെ കർമ്മങ്ങൾ ചെയ്യേണ്ടി വരും. പിന്നെ സ്വർണം കൊണ്ട് ആൾറൂം ഉണ്ടാക്കി ആത്മാക്കളെ ആവാഹിച്ച് ഒഴുകും ജലത്തിൽ സന്നിവേശിപ്പിക്കണം. അതായത് സന്നിവേശിപ്പിക്കണം. ആൾ രൂപങ്ങൾ സ്വർണത്തിൽ തന്നെ വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? പ്രശ്നത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഗണകം പറഞ്ഞത്. ഫലപ്രാപ്തിയാണല്ലോ മുഖ്യം. അതെ അതെ. ഒരു കാര്യം ചെയ്യാം. പത്രത്തിൽ പരസ്യം ചെയ്ത് ലേലം ചെയ്യാം. ആൾ രൂപത്തിനും കർമ്മങ്ങൾക്കും ചെലവാകുന്ന തുക ലേലത്തിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം. എന്താ? അതിപ്പോ എന്നാ ഗണപതി ഹോമത്തിനും മറ്റും ഒരുക്കേണ്ടുന്ന സാധനങ്ങളുടെ ഒരു ചാർജ് ഞാൻ തയ്യാറാക്കാം. ചാർത്തലൊക്കെ ലേലം കഴിഞ്ഞിട്ടാകാം. ഈ കാലത്തിനൊത്ത് ലേലം ചെയ്യണം എന്നൊരു ചൊല്ലുണ്ടല്ലോ. അങ്ങനെ ഒരു ചൊല്ലില്ല. ഇല്ലേ? പക്ഷെ എവിടെയോ കേട്ടതായി എന്റെ ഒരു ഓർമ്മ. കേട്ടത് ഞാൻ പറയാം. എന്താ തന്നെ പറ്റിയത് വളരെ ശരിയാണ് താനും. എന്താ കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുണ്ടോ? അതായത് താൻ ഇത്രയും കാലം എന്റെ കൂടെ നടന്നിട്ടും തന്റെ മനസ്സ് ഇതുവരെ നന്നായിട്ടില്ല എന്ന്. ഇയാളൊരു വഴിക്ക് കൊണ്ടുവന്നിട്ടില്ല. അല്പന എല്ലാവരും ഇവിടെ ശ്രദ്ധിക്ക. ലേലം തുടങ്ങാൻ പോവുകയാണ്. തുടങ്ങിക്കോ. തന്റെ സംഭവം വേണമല്ലോ ലേലം തുടങ്ങാൻ. വെറും 2 ലക്ഷം. അതെ, ചായ ഞങ്ങൾ കുടിച്ചാൽ ഇറങ്ങും കേട്ടോ. സ്വന്തമായിട്ടൊരു ചായക്കടുണ്ടല്ലോ, അടിച്ചു കുടിച്ചൂടെ? ഇവിടെ ഒന്ന് വാങ്ങി നോക്കണം. പോക്കിരി തരം പ്രശ്നം. വെറും 2 ലക്ഷം രൂപ. 2,25,000. 2,25,000 രൂപ. വെറും 2,25,000 രൂപ. 3 ലക്ഷം രൂപ. വെറും 3 ലക്ഷം ഒരു തരം. വെറും 3 ലക്ഷം രൂപ 2 തരം. ഇതാ ലേലം ഉറപ്പിക്കാൻ പോകുന്നു. 3 ലക്ഷം. വെറും 3 ലക്ഷം രൂപ 3 തരം ലേലം ഉറപ്പിച്ചു. 3 ലക്ഷത്തിൽ 1 രൂപ. 3 ലക്ഷത്തി 1. അത് വീട്ടിൽ പോയില്ലേ ഭാര്യയുടെ അടുത്ത് വിളിച്ചാ മതി. കൂടുതൽ വിളിച്ചവനെ വസ്തു വിട്ടുതരാൻ എനിക്ക് മനസ്സില്ല. മനസ്സിൽ ഈ വസ്തു തന്റെ കയ്യിലിരിക്കും. ഇവിടെ ലേലം നടക്കില്ല. എന്റെ വീട്ടിൽ നിനക്കെന്താ കാര്യം? ഇവിടെ കുടിക്കുന്ന മറ്റുള്ളവർക്ക് എന്താ കാര്യം? അവര് ലേലം കൂടാൻ വന്ന. ഞാനും ലേലം കൂടാൻ തന്നെ വന്നത്. പുതുശ്ശേരി തറവാട്ടിലെ ഈ ഇരവി രാമൻപിള്ളയുടെ വീടിന്റെ ഒരു കഴുക്കോല് വിലക്കെടുക്കാനുള്ള കഴിവുണ്ടോ നിനക്ക്? മര്യാദയ്ക്ക് വെളിയിൽ ഇറങ്ങുന്നോ കഴുത്തിന് പിടിച്ച് പുറത്തു കളണോ? പിള്ളേച്ച പ്രശ്നം ഉണ്ടെങ്കിലും പിള്ളേച്ച കുറെ കാലമായി ഞാൻ അവനെ സഹിക്കുന്നു. എന്തോന്ന് നീ എന്നെ സഹിക്കുന്നോ? എടാ, നീ ഇപ്പൊ വലിയ പണക്കാരനായല്ലേ? കാശിന് ഗതിയില്ലാതിരുന്ന കാലത്ത് നിനക്ക് എന്നെ വേണമായിരുന്നു. കണ്ടവനെ പറ്റിച്ചും കുതികാലി വെട്ടിയും സിമന്റിന് പകരം മാലി ചേർത്തും പാലം പണിതും നീ കാശുണ്ടാക്കിയപ്പോ നിനക്കെന്നോട് പുച്ഛം അല്ലടാ തെണ്ടി. നീ പട്ടിണി കിടന്ന കാലത്ത് എന്റെ കടയിൽ നിന്ന് കടം മേടിച്ചുകൊണ്ട് പോയി നക്കി തിന്ന ഇടലിയുടെ കാശ് 5 രൂപ 45 പൈസ നീ എനിക്ക് അറിയാമോ? ആ കാശ് എന്നിട്ട് മറ്റേ ബാക്കി പ്രസംഗം. എടാ, നീ കാറ് മേടിച്ചപ്പോ ഒരു ദിവസമെങ്കിലും നീ എന്നെ കയറ്റിക്കൊണ്ടു പോകാനുള്ള സന്മനസ്സനെ കൊണ്ടാടാ എരപ്പേ. ഈ പോടാ തെണ്ടി നിന്റെ തന്താ Thank you.
ചാടും നടുപ്പൊടി കൊള്ളട്ടെ. നിങ്ങളുടെ മനസ്സിൽ എന്തോന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത്? കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന ഒരു പെണ്ണിന്റെ തന്തയാ, എന്നിട്ടാ തല്ലുകൂടാൻ പോയിരിക്കുന്നത്. എടി ചുമ്മാതിരി, കുറെ നാളായി ഞാൻ അവനിട്ട് രണ്ട് പൊട്ടിക്കണോന്ന് വിചാരിക്കുന്നതാ. എന്നിട്ടാ നാണമില്ലാതെ തല്ലും പഠിച്ചു വന്നിരിക്കുന്നത്. എടി ഇത് തല്ലിയതല്ലടി, ഞാൻ കറങ്ങി അടിച്ചപ്പോ എന്റെ കൈ തന്നെ എന്റെ മേല് കൊണ്ടതാ. ഇറങ്ങിയടി. എന്റെ ഞാനിടത്തി ഒന്ന് കാണേണ്ടതായിരുന്നു അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസ പ്രകടനം. ഒരു കൈ വന്ന് നടന്നാൾക്ക് വേണ്ടി ഞാൻ വിചാരിച്ചില്ല പിന്നെ ജീവിക്കുമെന്ന്. എടാ അതെന്റെ ഏത് കൈയാണെന്നറിയാമോ? എന്റെ ഈ വലത്തെ കൈ. കൈ പോയി. അയ്യപ്പൻ ചേട്ടന്റെ അഭ്യാസി അല്ലയോ? അതെ അതെ ഇവൻ പണ്ട് വയനാട്ടിലല്ലായിരുന്നു? അതെ. ഒരു കിഴവി പെമ്പുറന്നവരുടെ കൂടെ അല്ലയോ ഫൈറ്റ് പഠിച്ചത്? കഴിവിടെടുത്ത് പഠിച്ചോണ്ട് വന്നു. ഒരു ഇച്ചിരി സ്ഥലമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അതും പൂർത്തിയായി. സന്തോഷമായല്ലോ. ചേട്ടാ പോലീസ് എവിടെ പോലീസ്? ആരാ ചായക്കാരൻ അയ്യപ്പൻ? അയ്യോ സാറേ, ഞാനല്ല അയ്യപ്പൻ. രാഘവൻ, കുഞ്ഞിരാമൻ, അബൂട്ടി എവിടെ എല്ലാവരും? അയ്യോ അയ്യപ്പനെ ഞാൻ കാണിച്ചത് സാറേ. എവിടെ? എവിടെ അയ്യപ്പൻ ചേട്ടൻ? ഇപ്പൊ അങ്ങോട്ട് പോകുന്നതാണ്. എവിടെ അങ്ങോട്ട്. അയ്യപ്പൻ ചേട്ടോ? ഇയാളൊരു നല്ല കാര്യത്തിന് വിളിച്ചാ കാണുകയില്ലാന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അയ്യപ്പൻ ചേട്ടോ, അയ്യപ്പൻ ചേട്ടാ. പോലീസ് പിടിച്ചായിരുന്നു. അയ്യോ മൂത്രപ്പര, ഇതിലും ഭേദം കോഴിക്കൂടായിരുന്നു കേട്ടോ. ചേട്ടാ ഇവൻ എവിടെ പോയി? അയ്യോ ഇത് ഞാനല്ല. സാറ് പോയോ? അയ്യപ്പനാണ് ടിം ചപ്പം ഞാനല്ല, അയ്യപ്പനല്ല. എനിക്കവിടെ ആ പുല്ലിങ് തന്നെ എന്റെ പശു പട്ടിണിയായിട്ട് 3 ദിവസമായി. എന്നാ പൈസ പിടി. ഇനി എന്നെ ആർക്കും ഒരു പുല്ലും ചെയ്യാനൊക്കെയല്ല. അയ്യോ എന്നെ പിടിക്കാനൊക്കെ. എന്നാ ഞാൻ പോട്ടെ മാഷേ. ഓ ഇടയ്ക്കിടയ്ക്ക് വരണം. വരാം. മാഷേ, അത്യാവശ്യം ഇരിക്കാനും കിടക്കാനും വേണ്ടിയുള്ള ചില ഉപകരണങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒന്നാം തരം കരിവീട്ടിയിൽ തീർത്ത ആനക്കുട്ടികൾ, ദാരുശില്പങ്ങൾ, ഇതെല്ലാം ഇനി മാഷക്കുള്ളതാ. ഈ തറവാട് മാഷ് സ്വന്തം കുഞ്ഞിനെ പോലെ നോക്കിക്കൊള്ളണം. ഒരിക്കലും നോവിക്കരുത്, വിൽക്കരുത്, ഇടിച്ചു പൊളിച്ച് കളയുകയും വരുത്. പോട്ടെ. കുടിച്ചത് മതി കേട്ടോ. എടേ, ഇന്ന് ആഘോഷിക്കേണ്ട ഒരു ദിവസമാണ്. ഞങ്ങൾ കുടിക്കും. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ പെട്ട പാട് അത് ഞങ്ങൾക്ക് അറിയാവൂ. കൈമാറ്റം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ലെന്നായിരുന്നു കണിയാൻ പറഞ്ഞത്. കേക്കടി. അമ്പമ്പോ എന്തൊക്കെ അത്യാഹിതങ്ങൾ നടക്കാനിരുന്നതാ. ഈ ഇരിക്കുന്ന പിള്ളേച്ചം വരെ തട്ടിപ്പോകേണ്ട കേസല്ലേ? പിള്ളേച്ച പിള്ളേച്ച ദോഷം വീടിനാണെങ്കിൽ അവിടെ താമസിക്കുന്ന ആർക്കും അപകടം വരാമെന്നല്ലേ ഉള്ളൂ. അതിപ്പോ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അറിഞ്ഞോണ്ടൊരു പാവത്തിന് പറ്റിക്കായിരുന്നു അല്ലേ? അറിഞ്ഞോണ്ടാ കേറി പൊടിയാകത്ത. ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾക്ക് എന്താ കാര്യം? കുഞ്ഞെ, അയാൾ എന്തോന്നോ ഒരു വാദിയാ. യുക്തിവാദി. ആ കുന്തം തന്നെ. അങ്ങനെയുള്ളവർക്ക് ദോഷവും ശാപമൊന്നും ഏൽക്കില്ല.
അല്ലേലും നേരും നിറയൊക്കെ നോക്കിയാ ജീവിക്കാൻ പറ്റുമോ? ചന്തുവേ ഇത്തിരൂടെ ഒഴി. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, ഇന്ന് നേരം വെളുക്കുന്നത് വരെ ഞങ്ങൾ കുടിക്കും. പണിക്കതേ, താരാ കുത്തിയോട്ടപ്പാട്ടൊന്ന് പാടിക്കേ. എന്തോന്ന് കുത്തിയോട്ടപ്പാട്ട്? നല്ല അസൽ സിനിമാ പാട്ട് തന്നെ പാടാം. ചന്തുപ്പണിക്കരെ വെറും പഴഞ്ചനാക്കല്ലേ പിള്ളേച്ചാ. എന്നാ തന്റെ വായി വരുന്ന അങ്ങോട്ട് പാടാ. വായിൽ വരുന്നതാ ചന്തുവിന്റെ പാട്ട്. സമയമാം ഞാൻ സ്വർഗയാ. ഇതാണോ? ഇത് തന്റെ ശവം അടക്കുമ്പം താൻ പോയി പാടറോ? ഈശ്വര, അവരൊന്നും വരുന്നില്ലേ? റാണി ഉറങ്ങിയോ? അവൾക്ക് വലിയ വിഷമമുണ്ടെന്നാ തോന്നുന്നത്. മാഷൊരു മര്യാദക്കാരനായിരുന്നു. ചായപ്പിന്റെ അകത്ത് കേറിയ അങ്ങനെ ഒരാൾ അവിടെ കഴിഞ്ഞിരുന്നു എന്ന് പുറത്താരും അറിഞ്ഞിരുന്നില്ല. വില കണക്കാക്കിയിട്ടല്ല, ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണല്ലോ ദിവസവും പാല് കാച്ചി കൊടുത്തോണ്ടിരുന്നത്. എല്ലാം വെള്ളത്തിലായോ എന്റെ പൊന്നു ചാലു? പെണ്ണിനെ ഇഷ്ടമാണേലും അല്ലേലും ഒന്നും പുറത്ത് പ്രകടിപ്പിക്കാത്ത തരക്കാരനാ. നിങ്ങൾക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ എന്താ? എനിക്കൊരു സംശയമുണ്ട് ജാനു. ആ കള്ളന ലവലാതി പിള്ളക്ക് മോളെ മാഷ തലയെ കെട്ടിവെച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശമുണ്ടോന്ന്? ഇല്ലെങ്കിൽ പിന്നെ ഇത്രയും വിശ്വാസത്തിൽ ആ ഭാർഗവി നിലയം മാഷക്ക് എഴുതി കൊടുക്കോ? അങ്ങേര് വലിയ പണക്കാരൻ. മോൾക്കൊരു ചെറുക്കനെ കിട്ടാൻ എന്തോന്ന് അത്ര പാട്? മാഷയുടെ വില നിനക്ക് അറിഞ്ഞൂടാ. അങ്ങേരെ പോലെ അന്തസ്സുള്ള എത്ര പേരുണ്ട് ഈ നാട്ടില്? നീ മാഷൊന്ന് ചോദിക്കേ, റാണി ഇഷ്ടമാണോന്ന്? അത് ചോദിക്കാനൊന്നുമില്ല. പെണ്ണിന്റെ മട്ട് കണ്ടറിഞ്ഞൂടെ? എന്നെ എപ്പ കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നിനക്കൊന്ന് ചോദിക്കാവോ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താ? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താണ്? നിനക്ക് ചോദിച്ചാൽ എന്താ? നിങ്ങൾക്ക് ചോദിച്ചാൽ എന്താണ്? നിനക്ക് ചോദിച്ചാൽ എന്താടി? നിങ്ങൾ ചോദിച്ചാൽ മതി. ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് അച്ഛൻ വഴക്കിനൊന്നും പോകണ്ട. മിണ്ടാതിരിക്കടി. ഇന്ന് അവന്മാർ ഇത്രയും ചെയ്തു, നാളെ നടുറോട്ടിന് നിന്നെക്കാരെ പിടിച്ചാലോ? അവന്റെ ഒക്കെ കഷ്ടകാലം. എന്റെ പൊന്നി എരവി മുതലാളി, അവന്മാര് സേതുക്കുഞ്ഞിന്റെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ വെച്ച് എനിക്ക് മുതലാളിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റത്തില്ല. എന്റെ ചോരയങ്ങ് തിളച്ച് കയറി. പിന്നെ എനിക്ക് കണ്ണൂടാ. ഞാൻ അങ്ങോട്ട് ഇടി തുടങ്ങി. ആദ്യത്തെ ഇടിക്ക് തന്നെ ഒരുത്തന്റെ മൂക്ക് ചപ്പി ചമ്മന്തിയായി. രണ്ടാമത് കൈ പൊക്കുന്നതിന് മുമ്പേ അവൻ മൂട്ടി വീണുപോയി. മറ്റവന്മാർ രണ്ടുപേരും എന്നെ കൊല്ലല്ലേ തോമേട്ടാന്നും പറഞ്ഞുകൊണ്ട് എടുത്താ ഓട്ടം. ഞാൻ വിടുവോ? കൂടെ വിട്ടു. ആ പൊളിഞ്ഞ വാഴത്തിന്റെ അവിടെ കൊണ്ടിട്ട് പിടിച്ചു. അവന്റെ അടി വയറ് നോക്കി ഒറ്റ ചവിട്ട്. എന്റെ ഭാഗ്യത്തിന് അവൻ ചത്തില്ല. ചത്തില്ലേ? മറ്റവൻ നിന്ന് ഈയൽ വിറയ്ക്കുന്നത് പോലെ കിടുകിടുകിടുകിടാന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എനിക്ക് സങ്കടം വന്നു പോയി മുതലാളി. സങ്കടം വരും. എന്നാലും അവൻ ചെയ്ത തെറ്റിനെന്തെങ്കിലും ശിക്ഷ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കൊടുത്തു ഒരെണ്ണം. ഏതായാലും നമ്മളല്പം മുൻകരുതലോടെ ഇരിക്കുന്നത് നല്ലതാ മുതലാളി. എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. താനുകളകത്ത് പോ. കാത്തേ, ആ ആപ്പിൾസും ഗ്രേപ്സും ഒക്കെ എടുത്ത് ടേബിൾസ് വെക്കേ. തോമല്ലേ? എല്ലാം പിന്നെന്താ? ഞാൻ അവന്മാരെ പിടിക്കാൻ വേണ്ടി കാടും മേടം മുഴുവനും ഓടിയതല്ലേ മുതലാളി. ദേഹമെല്ലാം ഭയങ്കര വേദന. വേദന മാറ്റാം. തോമ പോയിട്ട് നാളെ വാ. ഇന്ന് രാത്രി ഒന്ന് ഉറങ്ങി കിട്ടണമല്ലോ. ഉറങ്ങിക്കോ. ഒരു 100 200 രൂപയോ? അല്ല, മില്ലിക്കുള്ള കാശ്. മില്ലി? അത് വരാം.
2 ഉലുവയോ? 2 ഉലുവായിക്ക് ഉറങ്ങിയാ മതി. അതെ, മുഴുവൻ മാറാല പിടിച്ചു. ശരിയാ, അടിച്ചു വാരാൻ ആരായിരിക്കുന്നേ? അതും ശരിയാ. കൊള്ളാം. ഇങ്ങോട്ടിരിക്കാം. വടി പിടിയിടൂ. ഇരിക്കാം. ഇരി ചന്തുവേ. ആട്ടെ മാഷേ, ഇതുവരെ ഈ വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഈ പ്രേതോപദ്രവമോ മറ്റോ? അല്ല, അറിയണമല്ലോ. പ്രേതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്റെ അടുത്ത് വരികയില്ല. അതാ ഞാൻ പറഞ്ഞത്. അല്ല, അടുത്ത മാസം മുതൽ ഞാൻ രൂപ കുറേശ്ശെ തന്നു തുടങ്ങാം. അയ്യോ, ഞാൻ മാഷോട് കാശ് ചോദിക്കാൻ വന്നിരിക്കുകയാണെന്നാണോ കരുതിയത്? അല്ല, എന്തായാലും തരാൻ ഞാൻ ബാധ്യസ്ഥനാണല്ലോ. മാഷേ, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഞാൻ മാഷോട് പറഞ്ഞിട്ടുള്ളതാ, കാശല്ല വലുത്, മനുഷ്യര് തമ്മിലുള്ള സ്നേഹമാ. മാഷേ, മുന്നിലിരുത്തി പുകഴ്ത്താണെന്ന് കരുതരുത്. ഇത്രയും നല്ല മനസ്സുള്ളൊരു മനുഷ്യനെ ഓ ഓ ഈ പുറത്ത് കാണുന്ന തിളക്കൊക്കെ അകത്തുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ വീട് മാഷുക്ക് കൈമാറ്റം നടത്തിയ ദിവസം രാത്രി ഈ പാവം മനുഷ്യൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല മാഷേ. കുട്ടികളെപ്പോലെ ഇരുന്ന് കരയായിരുന്നു. അത്രമാത്രം ആത്മബന്ധമുള്ളൊരു വീടാണേ. ശരിയാണ്. പണിക്കര് പറഞ്ഞല്ലോ, വീട് കൈമാറ്റം ചെയ്ത ദിവസം രാത്രി ഞാൻ കരയുകയായിരുന്നെന്ന്. എന്നാ സത്യം അതല്ല മാഷേ. അന്ന് മുതൽ ഇന്നു വരെ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല. ഒന്ന് മയങ്ങിപ്പോയാൽ ഉടനെ സ്വപ്നത്തിൽ പരദേവതകളുടെ വരവായി. ദൈവങ്ങളാണേ. എടാ ഇരവി രാമൻപിള്ളേ, കുലദ്രോഹി, സ്വന്തം തറവാട് കളഞ്ഞു കുളിച്ചോനെ എന്നും പറഞ്ഞ് പരദേവതകൾ ഒന്നടങ്കം എന്നെ കിടത്തി പുറത്തേക്കില്ല മാഷേ. ഞാൻ അധികം വളച്ചു കിട്ടുന്നില്ല. മാഷ് തന്ന കാശ് ഞാൻ തിരിച്ചു തരാം. വീടൊഴിഞ്ഞു എന്നാ വലിയ ഉപകാരമായി. എനിക്ക് മനസ്സമാനത്തോടെ കിടന്നു ഉറങ്ങാമല്ലോ. തന്ന കാശിന് ഞാൻ പലിശ തന്നേക്കാം. പലിശയുടെ അല്ല, ബ്ലേഡ് കമ്പനിക്കാർ തരുന്ന അത്രയും പലിശ തരാം. അല്ല, അതൊന്നും അല്ല. നാട്ടിലുണ്ടായിരുന്ന സ്ഥലം വിറ്റ് കിട്ടിയ കാശാ ഞാൻ അങ്ങോട്ട് തന്നത്. പെട്ടെന്നിപ്പോ വേറൊരു സ്ഥലം ശരിയാകാതെ വൈകിയാ പറ്റില്ല. ഇനിയിപ്പോ പലിശ മാത്രം പോരാ, ലാഭം കൂടെ വേണമെങ്കിൽ അതും തന്നേക്കാം. ഒരു 10,000 രൂപ കൂടുതൽ തരാം. അയ്യോ, 10,000 രൂപയോ? ധർമ്മിഷ്ഠാ, അതല്ല, അയ്യപ്പൻ ചേട്ടന്റെ ചായപ്പിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകാൻ പ്രയാസമുണ്ട്. വേറൊരു വീട് ശരിയാകുന്നത് വരെ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? എവിടം വരെ ആയി ഗവേഷണമൊക്കെ? അങ്ങനെ പോകുന്നു. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒരു സെക്കൻഡ്. ഈ ഗവേഷകൻ അത്ര ശരിയല്ല. നീ പറഞ്ഞത് ശരിയാണ് ചന്തുവേ. എന്തുവാ ദാസേട്ടാ? താമസിക്കാൻ വേറെ വീട് കിട്ടിയാൽ ഈ വീട് ഒഴിഞ്ഞെടുക്കുന്ന ദാസൻ പറയുന്നു. എന്തെങ്കിലും ആയിക്കോട്ടെ, ആ പാവത്തിന് ഉറക്കം വരുന്നില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഉറക്കം വരുന്നില്ലെങ്കിൽ വല്ല സ്ലീപ്പിംഗ് പിൽസും കഴിക്കട്ടെ. എന്ത് വന്നാലും ഈ വീട് ഞാൻ ഒഴിഞ്ഞു കൊടുക്കില്ല. പതുക്കെ വീടാക്കി വിട്ടുകൊടുത്താലും നിന്റെ ഗവേഷണത്തിനൊന്നും അങ്ങനെ എതിര് പറയൂല. ഈ വീട്ടിന്റെ റിയൽ വാല്യൂ എന്താണെന്ന് ദാസേട്ടന് അറിയില്ല. മുടക്ക് മുതലും ലാഭം തരാമെന്നല്ലേ അങ്ങനെ പറയുന്നത്? ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ദാസേട്ടൻ പറയുന്ന വാല്യൂ രണ്ടും രണ്ടാണ്. എടാ, ഞാൻ ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അല്ലടോ, ഇത് പ്രശ്നം അതല്ല. വീടൊഴിയാൻ ദാസേട്ടന് മാത്രമല്ല, എനിക്കും തീരെ താല്പര്യം തോന്നുന്നില്ല. ഗോപൻ കുഞ്ഞ് ഇപ്പൊ വന്നതല്ലേ? ദാസമാഷ് പറയട്ടെ. എന്നോട് ക്ഷമിക്കണം, എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്ത് വിട്ടി തമാശ നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ നിർബന്ധിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വീട് വിലക്കെടുത്തത്? ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എവിടുന്ന് ഒന്നും ഒരു ഇഷ്ടം. രേഖാമൂലം വീട് എഴുതുന്ന സ്ഥിതിക്ക് ഇനി ഞങ്ങളുടെ ഇഷ്ടം കൂടി ഒരു പ്രശ്നമാണല്ലോ. താനത് ഉണ്ടായിരിക്കണം. രൂപ മുഴുവൻ വാങ്ങിയിട്ടല്ല ഞാൻ വീട് എഴുതി കൊടുത്തത്. ഇനിയിപ്പോ വിറ്റിട്ടില്ലാണ്ട് രേഖ ഉണ്ടാക്കാനും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്കിൽ പിന്നെ വെറുതെ നിർബന്ധിക്കുന്നതിന്. ദാസമാഷ് എന്ത് പറയുന്നു? മാഷ് പറ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം. 25,000-ഓ 50,000-ഓ നിങ്ങൾക്ക് അധികം തരാം. പക്ഷേ എനിക്ക് നിർബന്ധമായും വീട് ഒഴിഞ്ഞു തന്നേ പറ്റൂ. കാശല്ല പ്രശ്നം. പിന്നെ എന്തൊലക്കെയാണോ പ്രശ്നം? എവിടുന്ന് വന്നടാ ശ്രീകരൻ? ഹലോ, യെസ്. നിങ്ങൾക്ക് എന്നെ തന്തയാവാനുള്ള പ്രായമുണ്ട്. വാക്കുകൾ കുറച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ കൊള്ളാം. ഇല്ലെങ്കിൽ നീ എന്നെ വിഴുകിക്കളയോ? ക്ഷമിക്കണം പിള്ളേച്ച, പയ്യനല്ലേ, ഇവരെല്ലാഞ്ഞിട്ടാ. ആവശ്യത്തിനുള്ള വിവരമൊക്കെ ഉണ്ട്. ഒന്നും മിണ്ടറിയോ? പിള്ളേച്ചൻ ആരാണെന്ന് വിചാരിച്ചിട്ടാ കിടന്ന് വിലസുന്നത്. വന്നാട്ടെ പിള്ളേച്ച.
ആലോചിക്കാൻ ഞാൻ കുറച്ചുകൂടെ സമയം തരുന്നു. പാലക്കാട്ടുകാരി എന്റെ നാട്ടിൽ വന്ന് എന്നോട് മത്സരിച്ച് ജയിക്കാമെന്ന് വിചാരിക്കണ്ട. ഇത് ഇരവി രാമൻപിള്ളയാണ്, പപ്പനാവന്റെ മണ്ണ് ജനിച്ചവൻ.